കൊൽക്കത്തയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇതാണ് കൊൽക്കത്തയിലെ പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ്. ഹൂഗ്ലി നദിക്ക് മീതെയുള്ള ഉരുക്ക് പാലം. ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. അമ്മാതിരി തിരക്കാണ്. ജസ്റ്റ് വണ്ടി ഓടിച്ച് പോന്നു, അത്രയേ ഉള്ളൂ. കൊൽക്കത്തയിൽ പോകുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുത് എന്ന് വിചാരിച്ച ഒരു കാര്യമുണ്ട്. അതാണ് അവിടുത്തെ ട്രാം യാത്ര. റോഡിൻ്റെ നടുക്കൂടെ ട്രാക്കുണ്ട്. അതിലൂടെയാണ് ട്രാം പോകുന്നത്. നൊസ്റ്റാൾജിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് പഴയ ട്രാമിലാണ് കയറിയത്. നല്ല കടകടാന്നുള്ള ശബ്ദവും കുലുക്കവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. ആ സ്റ്റേഷനിൽ നിന്നുള്ള അന്നത്തെ ലാസ്റ്റ് സർവീസായിരുന്നു. നിസ്സാര പൈസയ്ക്ക് നഗരത്തിലൂടെ യാത്ര ചെയ്യാം. ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ആഗ്രഹം കൊണ്ട് കയറാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പൈസയൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ട്രാമിൽ കയറി ഇറങ്ങി. ഇതൊക്കെ ട്രാം പോകുന്ന വഴിയാണേ. ഇതാണ് സ്വാമി വിവേകാനന്ദൻ്റെ പൂർവിക വസതി. ഇതിപ്പോൾ മനോഹരമായൊരു മ്യൂസിയമാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടെങ്കിലും ശ്വാസം മുട്ടിക്കുന്ന ഒരുതരം തിരക്കാണ് കൊൽക്കത്ത നഗരത്തിന്. രാത്രിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അടുത്തത് ഡാർജിലിംഗ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.